കഴിഞ്ഞ ദിവസം ഇമാമിൻ്റെ ഒരു പ്രസ്താവന കേരളത്തിൽ വലിയ തരംഗമായി, കേരളത്തിലെന്നുള്ളതല്ല മലയാളികൾ ലോകത്ത് എവിടെയുണ്ടോ അവിടെയെല്ലാം വളരെ വലിയ തരംഗമായിട്ട് മാറുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഞാനത് കഴിഞ്ഞതിന് ശേഷം കണ്ണൂരിലും കാസർഗോഡും ഒക്കെ 1-2 പരിപാടികളിൽ പങ്കെടുക്കുവാനായിട്ടൊക്കെ പോയ സമയത്ത് അവിടെയെല്ലാം വലിയ ചർച്ചയെന്ന് പറയുന്നത് ആ പ്രസ്താവനയെക്കുറിച്ചാണ്. പ്രത്യേകിച്ചും വിവിധ മതങ്ങളിലുള്ള ആളുകൾ മറ്റൊരു മതത്തെ ബഹുമാനിക്കുക, പ്രത്യേകിച്ചും നൊയമ്പ് കാലമെന്ന് പറയുന്നത് ഏറ്റവും വ്രതനിഷ്ഠമായിട്ടുള്ള കാലമാണ്. കടുത്ത വ്രതമാണ് ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആ സമയത്തെടുക്കുന്നത്. എന്നാൽ തങ്ങൾ വിശപ്പോടുകൂടി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വിശപ്പിനെ അടക്കി നിൽക്കുന്ന സമയത്ത് മറ്റൊരു മതത്തിൻ്റെ ഒരു ആഘോഷം, ഹിന്ദു മതത്തിൻ്റെ സഹോദരിമാർ എല്ലാവരും ഇവിടെ എത്തിച്ചേരുമ്പോൾ തങ്ങൾ ഉണ്ടില്ലെങ്കിലും തങ്ങൾ കുടിച്ചില്ലെങ്കിലും തങ്ങളുടെ ദാഹം തീർത്തില്ലെങ്കിലും അവർക്ക് മറ്റുള്ളവർക്ക് ഇവിടെ വരുന്ന ആളുകൾക്ക് ആഹാരവും വെള്ളവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കാനായിട്ട് ഒരു മതത്തിൻ്റെ പ്രബോധനമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു മത മേലധ്യക്ഷൻ്റെ പ്രബോധനമുണ്ടാകുമ്പോൾ അതുണ്ടാക്കുന്ന വലിയ സന്ദേശമെന്ന് പറയുന്നത് ലോകത്തിന് വലിയ ശാന്തിയാണ് പ്രദാനം ചെയ്യുന്നത്. ഇന്ന് ഈ പൊങ്കാല ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ നിൽക്കുന്നു. ബിലീവേഴ്സിൻ്റെ തിരുമേനിയുണ്ട്, അതുപോലെ ആക്സ് എന്ന ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ കൂട്ടായ്മയുണ്ട്, കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ മകളായിട്ടുള്ള മറിയ ഉമ്മനുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ, മാധ്യമ പ്രവർത്തകരുണ്ട്, സാജൻ ഉൾപ്പെടെയുള്ള ഒക്കെ ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇവിടെ ഒരുമിച്ച് നിന്ന് സമൂഹത്തോട് സംവദിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം കേരളത്തിൻ്റെ നമ്മുടെ ഒരു സൗഹൃദം അത് ഒരു കാലത്തും കെട്ടുപോകില്ല എന്ന ഉള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരുമിച്ചുള്ള കാഴ്ച. തീർച്ചയായും ഞാൻ ഈ തിരുവനന്തപുരത്ത് വരുന്നത് മുതൽ തന്നെ ഗുരുരത്ന ജ്ഞാനതപസ്യയുമായിട്ടുള്ളൊരു സൗഹൃദം ഉണ്ട് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ ഈ ശാന്തി സമിതി എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അത് സുഗതകുമാരി ടീച്ചറും സുസൈപാക്യം പിതാവും എല്ലാവരും ചേർന്നുകൊണ്ടുള്ളൊരു കൂട്ടായ്മയായിരുന്നു. അന്ന് ഈ പൊങ്കാലയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ പാളയത്ത് കത്തീഡ്രലിൽ മോരുവെള്ളം കൊടുക്കുന്ന, റമദാനിലൊന്നുമല്ല അല്ലാത്ത കാലങ്ങളിലാണ്, അപ്പോൾ കത്തീഡ്രലിൽ മോരുവെള്ളം കൊടുക്കുന്ന ഒരു കൂട്ടായ്മ അത് ഈ ശാന്തി സമിതിയുടെ നേതൃത്വത്തിലാണ് നടന്നിരുന്നത്. അങ്ങനെ ഒരിക്കൽ നമ്മുടെ സുഗതകുമാരി ടീച്ചറും സുസൈപാക്യം പിതാവും ഇങ്ങനെ മോരുവെള്ളം കൊടുക്കുമ്പോൾ അവർ കുറച്ച് മുതിർന്ന ആൾക്കാരല്ലേ, അതുകൊണ്ട് കുറച്ച് അകലം പാലിച്ച് നിൽക്കുമ്പോൾ നിങ്ങളാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്നെ ചേർത്ത് നിർത്തി അങ്ങനെ മോരുവെള്ളം കൊടുത്ത ഒരു കാലം ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്വാമിജിയൊക്കെ വന്നുകൊണ്ട് പാളയം പള്ളിയുടെ ചുമരിനോട് ചേർന്ന്, ഗുരുരത്ന സ്വാമി എല്ലാം ചേർന്ന് പാളയം പള്ളിയുടെ ചുമരിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ മോരുവെള്ളം വിതരണം ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ അപ്പോൾ അത് പിന്നെ ഈ ശാന്തി സമിതി കുറച്ചങ്ങോട്ട് നിർജ്ജീവമായപ്പോൾ, സുഗതകുമാരി ടീച്ചറുടെയൊക്കെ വിയോഗത്തിന് ശേഷം നിർജ്ജീവമായപ്പോഴും ഞാനും സ്വാമിജിയും അതുപോലെ തന്നെ ബിലീവേഴ്സ് ചർച്ചിൻ്റെ സിൽവാനിസ് തിരുമേനിയൊക്കെ എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്ന ആക്സ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ്. മറിയ ഉമ്മൻ വനിതകളുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ആക്സിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി, സ്ത്രീ പുരുഷ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു കൂട്ടായ്മയായിട്ട് ഈ ആക്സ് എന്ന് പറയുന്ന ഈ കൂട്ടായ്മ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.